നമസ്കാരം. എത്നിക്കൽ കോട്ടിന്റെ വാർത്തകളിലേക്ക് സ്വാഗതം. കോവിഡ് അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ലോകമെമ്പാടും വേൾഡ് വൈഡ് കോവിഡ് ബാധിച്ചതിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 1,40,60,402 എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. മരണനിരക്ക് 6 ലക്ഷം കഴിഞ്ഞു. 6,01,820 ഇതാണ് ലോകമെമ്പാടുമുള്ള ഇപ്പോഴത്തെ കണക്ക്. ഞങ്ങളുടെ ഈ വാർത്തകൾ വായിക്കുന്ന സമയത്തുള്ള കണക്കുകളാണിത്. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഈ കണക്കുകൾക്ക് വ്യത്യാസം വരാം. ഈ കണക്കുകൾ ഒരുപക്ഷെ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞിരുന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം 10 ലക്ഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 10,03,832 ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത്. മരണനിരക്ക് 25,602. ഇതാണ് ലോകം വേൾഡ് വൈഡ് ആയിട്ടുള്ളതും ഇന്ത്യയിലെയും കണക്ക്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിരുന്നാൽ കേരളത്തിൽ നമ്മൾ ഇന്നലത്തെ വാർത്തകളിലും ഇന്നലെയും നമ്മൾ മനസ്സിലാക്കി കേരളത്തിൽ 10,000 കേസുകൾ കഴിഞ്ഞു. ഇപ്പോഴത്തെ കേസിന്റെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ 11,066 പേർക്കാണ് കേരളത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോഴത്തെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കേസുകൾ 6,029. റിക്കവറായ കേസുകൾ 4,995 പേര് രോഗം പൂർണ്ണമായി മാറി തിരിച്ചുപോയി. 38 മരണങ്ങളാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റ് ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഏറ്റവും കൂടുതൽ കേസ് നിലനിൽക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ആക്റ്റീവായിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് 1,494 കേസുകളാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് എറണാകുളമാണ്. എറണാകുളത്തേക്ക് ഇന്നലെ ഒരുപാട് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എറണാകുളത്ത് ഇപ്പം 602 കേസുകളാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ആലപ്പുഴയും വന്നിട്ടുണ്ട്. ആലപ്പുഴയും കയറി വന്നു. അവിടെ 598 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് മലപ്പുറം നിൽക്കുന്നത് 560 ആക്റ്റീവ് കേസുകൾ. അപ്പോൾ ഒന്നാമത്തെ തിരുവനന്തപുരവും ലിസ്റ്റിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന എറണാകുളവും തമ്മിൽ പകുതിയിൽ കൂടുതൽ വ്യത്യാസമുണ്ട്. അതായത് എറണാകുളത്ത് 602 കേസുകൾ, 600ന്റെ ഇരട്ടി ആണ് നോക്കുന്നതെങ്കിലും 1,200 വരേണ്ടത്. പക്ഷേ അതിൽ കൂടുതലാണ് ഇന്നിപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഏകദേശം 1,500ഓളം കേസുകൾ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു, വ്യാപനമുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് പ്രധാനമായിട്ടും നമ്മുടെ കോസ്റ്റൽ ഏരിയാസിലാണ്, തീരദേശ പ്രദേശങ്ങളിലാണ് വ്യാപനമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും പൂന്തുറ, പുല്ലുവിള ഈ ഭാഗങ്ങളിലാണ് വ്യാപനമുള്ളതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഇന്ന് തൊട്ട് കോസ്റ്റൽ ഏരിയാസ്, തീരദേശ പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും ലോക്ക്ഡൗൺ, അങ്ങോട്ടേക്കുള്ള റോഡുകളെല്ലാം പൂർണ്ണമായും ബന്ധിക്കുകയും കംപ്ലീറ്റ് ലോക്ക്ഡൗൺ കൊണ്ടുവരികയും ചെയ്തു. ഈ തീരദേശ പ്രദേശങ്ങളെ 3 വിഭാഗങ്ങളായി, 3 സോണായി തിരിച്ചുകൊണ്ടാണ് ഈ ലോക്ക്ഡൗൺ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 3 സോണുകൾ എന്ന് പറയുമ്പോൾ അഞ്ചുതെങ്ങ് തൊട്ട് പെരുമാതുറ വരെ ഒരു സോണും, പെരുമാതുറ തൊട്ട് വിഴിഞ്ഞം വരെ മറ്റൊരു സോണും, വിഴിഞ്ഞം തൊട്ട് ഉറുമ്പ് വരെ മറ്റൊരു സോണുമായി തിരിച്ചുകൊണ്ടാണ് ഈ ലോക്ക്ഡൗൺ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് പല IAS ഓഫീസർമാരെയും, ഓരോ സോണിലേക്ക് വേണ്ടിയിട്ട് 2 IAS ഓഫീസർമാരെ വീതം നിയമിക്കുകയും സ്പെഷ്യലായിട്ട് നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഫോഴ്സും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നാണ് ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ മേഖലകളിലുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. വീടുകളിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് ആവശ്യമില്ലാതെ ഇറങ്ങരുത്. എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുമായിട്ടോ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു റിക്വസ്റ്റ്, ഈ മേഖലകളിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ബാക്കിയുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. സഹായം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി ചെയ്യുക എന്നുള്ളതല്ല. ഒരുപക്ഷെ അവിടത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ എന്ത് സഹായം വേണമെങ്കിലോ ഒരുപക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ അവർ മുഖേന നിങ്ങൾക്ക് ആ ഏരിയയെ സഹായിക്കാൻ പറ്റും. അവിടെ ഉള്ള നമ്മുടെ മറ്റു സഹോദരങ്ങളെ സഹായിക്കാൻ പറ്റും. കാര്യം നമ്മൾ ഒരു കാരണവശാലും മറന്നുകൂടാത്തൊരു കാര്യമുണ്ട്. കേരളം ഒരിക്കൽ മുങ്ങിപ്പോയ സമയങ്ങളിൽ കേരളത്തെ പൊക്കിയെടുത്തത് നമ്മുടെ ഈ മത്സ്യബന്ധ സുഹൃത്തുക്കളാണ്, ഈ സഹോദരങ്ങളാണ്. കേരളത്തിൻ്റെ നമ്മുടെ ഉണ്ടായ മഹാപ്രളയ സമയത്ത് കേരളത്തിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ആൾക്കാരുടെ വീടുകളിൽ പോയി അവരെ സഹായിക്കാനും കൊണ്ടുവരാനും സഹായിച്ചത് ഈ മത്സ്യബന്ധന തൊഴിലാളികളാണ്. അത് നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അടുത്ത വാർത്തയിലേക്ക് പോകാം.
അമിതാഭ് ബച്ചൻ കുടുംബത്തിന് കോവിഡ് ബാധിച്ചതായി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നു. അമിതാഭ് ബച്ചനും അമിതാഭ് ബച്ചൻ്റെ മകനായ അഭിഷേക് ബച്ചനും കോവിഡ് ബാധിക്കുകയും അവർ നാനാവധി ആശുപത്രിയിൽ അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയുമാണ് എന്നുള്ള വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ അമിതാഭ് ബച്ചൻ കുടുംബത്തിലെ ഐശ്വര്യ റായ്, അമിതാഭ് ബച്ചൻ്റെ മരുമകളും അഭിഷേക് ബച്ചൻ്റെ ഭാര്യയും, ഇതിനെല്ലാം ഉപരി സിനിമാ നടിയും മുൻ മിസ് വേൾഡുമായ ഐശ്വര്യ റായ്ക്ക് കോവിഡ് പോസിറ്റീവായിട്ട് ഐശ്വര്യ റായിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നുള്ള വാർത്ത BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തൻ്റെ കുഞ്ഞിനെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് വരാൻ, ഇന്ന് ജൂലൈ 18 മണ്ടേല ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ്. വേൾഡ് വൈഡ് ഇന്ന് മണ്ടേല ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. നെൽസൺ മണ്ടേല ലോകത്തിനും മനുഷ്യരാശിക്കും ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കും ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ജൂലൈ 18-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മദിവസം കൂടിയായ ഇന്നത്തെ ദിവസം മണ്ടേല ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്നത്. മറ്റൊരു വാർത്ത, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബൈസ്റ്റാൻഡറായി നിന്ന ഒരു വ്യക്തിക്ക് കോവിഡ് ബാധിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ ആശങ്കാജനകമാണ്. കാര്യം, ഈ ബൈസ്റ്റാൻഡർ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്ന വ്യക്തിക്ക് കൂടെ നിന്ന വ്യക്തിയാണ്. ബൈസ്റ്റാൻഡറായിട്ട് ഇദ്ദേഹത്തിന് പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ നിർബന്ധിച്ച് ഇദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കോവിഡ് പോസിറ്റീവായി കണ്ടത്. മെഡിക്കൽ കോളേജ് അതോറിറ്റി പറയുന്ന മറ്റൊരു വളരെ വിഷമജനകമായ ഒരു കാര്യം, ഈ ബൈസ്റ്റാൻഡേഴ്സായിട്ട് വരുന്ന ആൾക്കാർ അവിടെ കൂട്ടം കൂടി നിൽക്കുകയും അവരോട് എത്ര നിർബന്ധിച്ചിരുന്നാലും അവരവിടെ നിന്ന് പോകാതെ ഈ കൂട്ടം കൂടി നിൽക്കുകയും അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കൂട്ടം കൂടി നിന്നതിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു കോവിഡ് പോസിറ്റീവ് വരാനുള്ള സാധ്യത ഉണ്ടായതും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പറയാനുള്ളത്, ഇങ്ങനെ ആവശ്യമില്ലാതെ നമ്മൾ കൂട്ടം കൂടി നിൽക്കരുത്. അത് ഹോസ്പിറ്റലിലായിരുന്നാലും എവിടെ തന്നെ ആയിരുന്നാലും നമ്മൾ അങ്ങനെ കൂട്ടം കൂടി നിൽക്കരുത്. ഒരു പക്ഷേ ഈ ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെളിയിൽ ആൾക്കാർ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ളവർ അവിടെ നിൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവർ അകത്ത് കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ട് എങ്കിൽ ഡോക്ടർമാർ പറയുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം മേടിക്കാനോ അല്ലെങ്കിൽ മരുന്ന് മേടിക്കാനോ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങളുടെ നമ്പറുകൾ കൊടുത്താൽ മതി, അവർ വിളിച്ചു പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആവശ്യമില്ലാതെ കൂട്ടം കൂടി നിൽക്കരുത്, നമ്മളായിട്ട് ഈ രോഗത്തെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.